എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന മധുരക്കഞ്ഞി ഉണ്ടാക്കാം. ഈ മഴയുള്ള സമയത്ത് രാത്രിയിൽ ചൂടോടെ കഴിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഔഷധ മധുരക്കഞ്ഞി. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് കാണാം. ആദ്യം നമുക്ക് 1/4 കപ്പ് നവരയരി എടുക്കാം. നവരയരി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ എല്ലുബലത്തിനും നല്ലതാണ്. ഇനി നമുക്ക് ഉലുവ എടുക്കാം. ഉലുവ നമ്മുടെ ശരീരപുഷ്ടിക്ക് നല്ലതാണ്. 1/2 കപ്പ് ചെറുപയർ എടുക്കാം. ചെറുപയർ ആൻറ്റി ഓക്സിഡൻറ്റ് ആണ്. 1/4 കപ്പ് ഉണക്കലരി. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ തരുന്നു. 1 ടീസ്പൂൺ ചെറിയ ജീരകം. ചെറിയ ജീരകം നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നു. ഇനി നമുക്കിത് കഴുകി ഒരു മൺചട്ടിയിലേക്ക് ഇടാം. ആദ്യം ഉണക്കലരി കഴുകിയിട്ടു, അതിനുശേഷം ചെറുപയർ കുതിർത്തതിട്ടു, നവരയരിയും കുതിർത്ത് വെച്ചതിട്ടു, ഉലുവയും കുതിർത്ത് വെച്ചിട്ട് ഇട്ടു. ഇനി നമുക്ക് ജീരകം അതിലേക്കിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അടച്ചിട്ട് നമുക്കിത് വേകാൻ വയ്ക്കാം. നമ്മുടെ കഞ്ഞി പാകത്തിന് വെന്തു വന്നു. ഇതിൽ നമുക്ക് കരിപ്പെട്ടി ചേർക്കണം. അപ്പോൾ ഇത് നന്നായി വെന്തതിന് ശേഷം വേണം നമുക്ക് കരിപ്പെട്ടി ചേർക്കാൻ. കരിപ്പെട്ടി ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. കരിപ്പെട്ടിയിൽ അയൺ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ വിളർച്ച മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്ക് അത് കൂട്ടാൻ സഹായിക്കുന്നു. ഇനി നമുക്കിത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. ഒന്നുകൂടെ ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 1 കപ്പ് നാളികേരം എടുത്തു. അത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ച് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാം. നാളികേരം ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മകാന്തി വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു. നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഓഫാക്കി വെക്കാം. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമ്മുടെ ഹൃദയത്തിന് വളരെ നല്ലതാണ്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. എന്നിട്ട് അതിൽ നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി മൂത്ത് വന്നു. ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഇടാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടുന്നതിൻ്റെ ഗുണം നമുക്കിത് കഴിക്കാൻ തോന്നുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ നല്ലതാണ് ഈ ഔഷധ മധുരക്കഞ്ഞി. നമ്മളെ വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ നമ്മളിത് സംരക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.